അസ്സലാമലൈക്കും. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളിലെ കാഴ്ചക്കുറവുകൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ചെറിയ കുട്ടികൾ മുതൽ ഒരു 6 മാസം മുതൽ ഒരു 10 വയസ്സ് 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാഴ്ചക്കുറവുകൾ എങ്ങനെ പെട്ടെന്ന് അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതിനുള്ള ചെറിയ ഹെൽപ്പാണ് കേട്ടോ. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതായിട്ടുള്ള കുറച്ച് ഗുണമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ച് ദൂരത്ത് അമ്മ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് അമ്മമാരെ കാണുമ്പോൾ എടുക്കാനായിട്ട് കൈവെക്കും. അല്ലെങ്കിൽ അവർ സന്തോഷം, അമ്മമാർ നിൽക്കുന്നതിന് സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രതികരണം അവർ കാണിക്കും. അവരത് കാണിക്കുന്നില്ല. അമ്മ ഒരു റൂമിൻ്റെ ഒരു 6 ഫീറ്റ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്നിട്ടും കുട്ടികൾ ആ പ്രതികരണം കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സംശയം എപ്പോഴും വെച്ചേക്കണം. പിന്നെ ചെറിയ ചെറിയ കളർഫുള്ളായിട്ടുള്ള മുട്ടായികൾ ഇട്ട് കൊടുത്തിട്ട് അവർ പറക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് എടുക്കുന്നുണ്ടോ, അവർ കാണുന്നുണ്ടോ, അവർ സൂക്ഷ്മമായിട്ടാണോ മുട്ടായിലേക്ക് നോക്കുന്നത്, ഇതൊക്കെ വാച്ച് ചെയ്തോണം. പിന്നീട് 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഈ പശുവിനോടും അല്ലെങ്കിൽ പൂച്ച, പട്ടി, കോഴിക്കുഞ്ഞ് ഇതുപോലൊക്കെ ജീവികളോട് ഭയങ്കരമായ ഒരുതരം കൗതുകമായിരിക്കും അതിനെ കാണുന്നത്. അപ്പോൾ അവരതിനെ കാണുമ്പോൾ ഒരു മതിലിൻ്റെ മുകളിൽ ഒരു പൂച്ച ഇരിക്കുന്നത് ഒരു കുഞ്ഞ് കാണുന്നുണ്ടോ എന്നൊരു അമ്മയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയങ്ങളിൽ ചെക്ക് ചെയ്യാം. ആ കുഞ്ഞ് പൂച്ചയെ കാണുന്നുണ്ടോ, മോനെ അത് ഇന്ന സാധനത്തിനെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കോഴിക്കുഞ്ഞിനെ കാണുന്നുണ്ടോ, അന്നേരം അത് സന്തോഷം പ്രകടിപ്പിക്കുന്നതോ കാണാത്ത പോലെയാണോ, നമുക്കിപ്പോൾ ഒരാൾ കണ്ടില്ലെങ്കിലുള്ള പ്രതികരണം മനസ്സിലാവുമല്ലോ. പിന്നെ 2 മുതൽ 3 അല്ലെങ്കിൽ 4 വരെയുള്ള കുഞ്ഞുങ്ങൾ സ്കൂളുകളിലൊക്കെ പോയി പെടുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സ്കൂൾ ബോർഡ് കാണാൻ കഴിയത്തില്ല. അവരെഴുതിക്കൊണ്ട് വരുന്ന എല്ലാം റോങ് ആയിരിക്കും. ബോർഡെ നോക്കി എഴുതിക്കൊണ്ട് വരുന്ന അക്ഷരങ്ങൾ മൊത്തം തെറ്റായിരിക്കും. കുഞ്ഞുങ്ങളെ വഴക്ക് പറയാതെ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കാഴ്ചക്കുറവുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നും എഴുതത്തില്ല, കുഞ്ഞിന് കാണുന്നുണ്ടാവത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും കണ്ണ് മങ്ങിയതായിട്ട് തോന്നുന്നു. കുഞ്ഞുങ്ങളോട് പ്രത്യേകം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ ഒരുപാട് എടുത്ത് ചോദിക്കണം. മോനെ പുറകിലിരിക്കുന്ന സമയത്ത് ബോർഡ് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ, അക്ഷരം കാണാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെ അമ്മ ദൂരേന്ന് നിന്ന് വരുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ, അച്ഛൻ ദൂരേന്ന് നിന്ന് വരുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കണം. അപ്പോൾ അവർ പറയുമല്ലോ. ഇപ്പോൾ 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അത് പറയാനുള്ള ഇതുണ്ടല്ലോ. പിന്നീട് വലിയ വലിയ കുട്ടികൾക്ക്, പിന്നെ മൊബൈലിൻ്റെ ഓവർ യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ, അതുപോലെ തന്നെ ദുബായ്, ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ലൈഫ് ഫോളോ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർ ഫുൾ ടൈം മൊബൈൽ, ടാബ്, TV സ്ക്രീനൊക്കെ അഡിക്ഷൻ ആയിരിക്കും. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ദോഷമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ വെളിയിലോട്ടുള്ള വ്യൂ നഷ്ടപ്പെട്ടു പോകണം. അവർക്ക് ആ ലിമിറ്റഡ് വ്യൂ, ഈ തുടർച്ചയായിട്ട് മൊബൈലും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ കണ്ട് അവരുടെ വ്യൂ ലിമിറ്റഡായി പോവുകയാണ് ചെയ്യുന്നത്. കാഴ്ച കുറയുകയാണ് ചെയ്യുന്നത്. പർപ്പസ്ഫുള്ളി നമ്മൾ കാഴ്ച കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് വെളിയിൽ വരാന്തയിൽ നിന്നിട്ട് ഈ പ്രകൃതിയുടെ മനോഹാരിത കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഔട്ടിങ്ങിന്, ഫ്രീ ടൈമുകളിൽ ഔട്ടിങ്ങിന് പോകണം. ഡെയിലി ഒരു മണിക്കൂർ 2 മണിക്കൂർ കുഞ്ഞുങ്ങളെ പുറം വ്യൂ കാണിക്കണം നന്നായിട്ട്. ഈ ഫുൾ ടൈം നിങ്ങൾ ഈ ടാബും മൊബൈലും ഒക്കെ കുറയ്ക്കുക. മൊബൈലും ടാബിൻ്റെയൊക്കെ ഉപയോഗം ഒരുപാട് കുറയ്ക്കുക. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായ കാഴ്ചക്കുറവായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ തിരക്കുള്ള മാതാപിതാക്കളാണെങ്കിൽ അത് ശ്രദ്ധിക്കത്തുകൂടി ഉണ്ടാവില്ല. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. ക്യാരറ്റ് ജ്യൂസ്, ഈ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള ഫ്രൂട്ട്സുകൾ. പിന്നെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ അവൈലബിൾ ആണല്ലോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. ജങ്ക് ഫുഡുകൾ കൊടുക്കുന്ന ഒഴിവാക്കുക. പിന്നെ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ പറയുന്നൊരു സിംറ്റമാണ്, അമ്മയെ എനിക്ക് തലവേദന എടുക്കുകയാണ്, കണ്ണ് വേദന എടുക്കുന്നു, കണ്ണ് എങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ല, കണ്ണിനകത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് കാഴ്ചക്കുറവിൻ്റെ ലക്ഷണമാണ്. കൺകുരു വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാഴ്ചക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ ജാഗ്രതയോടെ വളർത്തിയില്ലെങ്കിൽ അവരുടെ ഓരോ ചെറിയൊരു കാഴ്ചക്കുറവെന്ന് അറിയാമല്ലോ. കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. വളരുന്നതിനനുസരിച്ച് കാഴ്ചക്കുറവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇതെല്ലാം ശ്രദ്ധിക്കണം. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. ഇവിടെ പല കുഞ്ഞുങ്ങളും എന്ന് പറയുന്ന കംപ്ലയിൻസുകളാണ്. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ബൈ.